അവന്മാർക്ക് പണമുണ്ട്. പണം കെട്ടി വെച്ച് പോലീസുകാർ അവരെ സൂക്ഷിക്കുന്നു. ഈ പാവപ്പെട്ട നീതിയില്ലാത്ത നമുക്ക് ഒരു നീതി നമുക്ക് കിട്ടുന്നില്ല. ഈ പാവപ്പെട്ട ഈ പൊടി കുട്ടിയൊക്കെ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എന്റെ പൊന്നുമോളെ എനിക്ക് കാണാനൊത്തില്ലായിരുന്നേ. ദൈവമേ, ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോയാലും മോള് തിരിച്ചു കയറി വന്ന രംഗം എനിക്ക് ഓർമ്മിക്കാൻ വയ്യേ. എന്റെ ഇപ്പൊ ഈ സിയ പറയുന്ന അത് വണ്ടി കയറിയിട്ടില്ല, വാഹന ശരീരത്തിൽ കൂടെ കയറിയിട്ടില്ല. ഇപ്പൊ ഇത്രയും വീഡിയോകൾ കിടന്നിട്ട് പോലും സിയ എന്റെ മുമ്പ് എന്ന് പറയുന്നത് വാഹനം കയറിയിട്ടില്ല. അവർ ക്രിയേറ്റ് ചെയ്തൊരു മൊഴി കൊണ്ടുവരുന്നു. അതെനിക്കൊരു ഡൗട്ട് തോന്നിയപ്പോ ഞാൻ പറഞ്ഞു സാറേ പറ്റത്തില്ല, ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ മൊഴി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവർ നിർത്തിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ പിന്നെ അവർ നിങ്ങൾ പറയുന്ന പോലെ തന്നെ എഴുതുമെന്ന് പറഞ്ഞ് എഴുതി കൊണ്ടുപോവുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇവിടെ ഒരു നീതിയും ഈ കുടുംബത്തിന് കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ഈ സിഐയെ മാറ്റി നിർത്തിക്കൊണ്ട് ഉന്നതമായ പോലീസ് അന്വേഷണം നടത്തണം. ജനുവരി 3-നാണ് വളരെ സ്വാഭാവികമെന്ന് തോന്നുന്ന തരത്തിൽ ഒരു റോഡപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പാപ്പാലയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. അതായത് 2 പേർ ചേർന്നുകൊണ്ടുള്ള ഒരു ഇരുചക്ര വാഹനത്തിലെ യാത്ര. അതിൽ യാത്ര തുടരുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു താറ് വന്ന് ഈ വാഹനത്തിലിടിക്കുന്നു. പക്ഷെ അവിടെ മുതലാണ് പ്രശ്നങ്ങൾ തുടരുന്നത്. വാഹനം ഒന്ന് അപകടത്തിൽ പെട്ടു എന്നതിനേക്കാൾ ഉപരി ഈ താർ നിർത്താതെ മുന്നോട്ട് പോകുകയും അത്തരത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതും തുടങ്ങിയിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്ന ഈ യുവതിയുടെ ഭർത്താവും മരണപ്പെടുകയും ചെയ്തു. എന്തായാലും സംഭവ സമയത്ത് ഇത്തരത്തിൽ വാഹനം നിർത്താതെ പോയതിനെ തുടർന്ന് നാട്ടുകാരടക്കം ഈ വാഹനത്തെ പിന്തുടർന്ന് പിടിക്കുകയും ആ വാഹനത്തിലുണ്ടായിരുന്ന ഒരാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത് ഇയാളെ പോലീസ് വെറുതെ വിട്ടു എന്നുള്ള, അല്ലെങ്കിൽ ജാമ്യം കൊടുത്തു എന്ന തരത്തിലാണ്. അപ്പോൾ അവിടെ മുതലാണ് നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് 3ഓളം ആളുകളാണ് ഈ അപകടമുണ്ടായ സമയത്ത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഒരാളെ മാത്രമേ പോലീസിന് ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നത് വലിയ രീതിയിൽ സംശയത്തിന് വഴിയൊരുക്കി. അതേപോലെ തന്നെ പോലീസിന്റെ സ്റ്റേഷന് ഒരുപാട് ദൂരേക്കായിട്ടാണ് ഈ തെളിവായിട്ടുള്ള, അതായത് അപകടമുണ്ടായപ്പോൾ അപകടത്തിൽ മരണപ്പെട്ട 2 പേരുടെയും ബ്ലഡ് സ്റ്റെയിൻ ഉള്ള വാഹനം പോലീസ് സ്റ്റേഷനിൽ നിന്നും കുറച്ചകലെയാണ് പാർക്ക് ചെയ്തിരുന്നത്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഈ വാഹനം പാർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം യുവാവ് കൂടെ മരണപ്പെട്ടതോടുകൂടെ പെട്ടെന്ന് തെളിവ് എന്ന് പറയാനുള്ള വാഹനവും കത്തി നശിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. അതായത് ഈ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവായിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻ രേഖപ്പെടുത്താൻ വേണ്ടി ഫോറൻസിക് സംഘം അടക്കം എത്താൻ പോകുന്ന മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആ വാഹനം കത്തി നശിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ വാഹനത്തിന് തീയിട്ടു എന്നത് ഈ പറയുന്ന പോലീസിന് എതിരെ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയരാൻ കാരണമായിട്ടുണ്ട്. രജിത്തിന്റെയും ഒക്കെ ബന്ധുക്കൾ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്മ, അന്ന് അവരെ എവിടെ പോയതായിരുന്നു? അന്ന് അവര് പെരേടം അവിടെ കുടുംബത്തിറങ്ങി പെരേടം ഉണ്ടായിരുന്നു. അവിടെ പോയി തൂത്തുവാരിയുടെ ഒരു കൊച്ചു വീടുണ്ട്. തൂത്തുവാരിയിട്ട് മിറ്റം മൊത്തം കാട് കയറി കിടക്കുന്നമ്മ ചെത്തി പറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പോയതാ. ചെത്തി പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. 1 മണിയായപ്പോൾ ഞാൻ എൻ്റെ മോളെ വിളിച്ചപ്പോൾ എടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊച്ചു മോൻ്റെ അടുത്ത് സംസാരിച്ച് എല്ലാം പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൾ മൊബൈൽ എടുക്കുന്നില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ മൊബൈൽ എടുക്കൂല, അതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. 3 മണി കഴിഞ്ഞ് 3:30 ആയപ്പോൾ കാണാം മരുമോൻ തന്നെ എൻ്റെ മോനെ വിളിച്ചിട്ട് പറയണം, പിന്നെ എടാ അളിയാ നമുക്ക് ഒരു അബദ്ധം പറ്റിയടാ, നമ്മൾ ഗോപുരത്തിൽ കിടക്കണം. ഞാൻ അപ്പോഴും ചോദിക്കും എൻ്റെ കൊച്ചെങ്ങനെ പോയടാ, എൻ്റെ കൊച്ചെവിടെയാടാന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് എൻ്റെ മോൻ പറയണ അമ്മ കുഴപ്പമൊന്നുമില്ല, അമ്മ ഉറങ്ങുന്ന വെള്ളം വെക്കില്ല, ഞാൻ സുഖമില്ലാത്തൊരു തന്നെയാണ്, ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് അമ്മ കിടന്ന് വെള്ളം വെക്കരുത്, കുഴപ്പമൊന്നുമില്ല, കൈക്ക് ഒരു ചെറിയ പൊട്ടലേ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോണെന്ന്. അപ്പൊ പറവറായവന് കോള് വരുന്നു വീണ്ടും, അവിടെ ഞങ്ങളുള്ള ഒരാളെയൊക്കെ വിളിക്കുന്നു. എങ്ങനെയാണ് ഇറങ്ങി പോയിട്ട് രാത്രി ആയപ്പോ കാണാം പിന്നെ ആശുപത്രിയിൽ പോയി. അവൻ ഇവിടെ ചെന്ന് മെഡിക്കൽ കോവിലത്തിൽ ചെന്ന് എന്നാ ഇവനെ കോവിലത്തിൽ കോവിലത്തിൽ നിന്ന് ഇവനെയും കൊണ്ട് മെഡിക്കൽ കോളേജ് ചെന്നപ്പം അവളെ കാണാൻ ഒക്കൂല. അവളെ അപ്പോഴേ കൊണ്ടുവന്ന് പൈസയുടെ ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവൻ പിന്നീട് അവനെയും കൊണ്ട് നടന്ന് അവന്
കാലൊക്കെ മുറിവുണ്ടായത് വെച്ച് കെട്ടി അവർ എക്സ്റേ എടുത്തിട്ട് എക്സ്റേ എടുത്ത് തെളിഞ്ഞില്ല. അവന് നട്ടല് ഇവിടെ വാരിയെല്ലൊക്കെ പൊട്ടിപ്പോയി. ഇപ്പൊ ഇവിടെ വന്ന് വേദന സഹിക്കാൻ കഴിഞ്ഞ ശനിയാഴ്ച ഒരു മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴും പറയുന്നത് അവൻ പറഞ്ഞു എനിക്ക് നെഞ്ചുവേദനയുണ്ട്, എനിക്ക് ശ്വാസം മുട്ടുണ്ട്, എനിക്ക് ഇവിടെ അത്രയും വേദന. ഡോക്ടർമാരും അതിനൊരു പ്രതികാരം ചെയ്തില്ല. വേദന എടുത്ത് വന്ന് ഒരു മരുന്ന് ഇഞ്ചക്ഷൻ ഒന്നും അതിന് കൊടുത്തില്ല. കാലിന്റെ മുറിവാണെങ്കിൽ അത് അത്രയും മൊത്തത്തിലുണ്ട്. മെഡിക്കൽ കോളേജിൽ ഒരു മരുന്നാവട്ടെ ഒരു ഗുളിയാവട്ടെ അവർ കൊടുത്തില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോ അവര് സഹിക്കാൻ വയ്യാതെയാണ് പിന്നെ നമ്മൾ നിലമേ ആശുപത്രിക്ക് കൊണ്ടുപോയത്. നിലമേ ആശുപത്രി കൊണ്ടു ചെന്നപ്പോ ഡോക്ടർ നോക്കിയിട്ടാണ് എക്സ്റേ എടുക്കാൻ. പിറ്റേന്ന് എക്സ്റേ എടുത്തുകൊണ്ട് ഇവിടെ വന്നപ്പോ വാരിയെല്ലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞത് അവന്റെ അറിയാം. ഇവിടെ വന്നെങ്കിൽ കാര്യമാണ്. അളിയാ എനിക്ക് നെഞ്ച് വേദന എടുക്കുന്ന അടിയാന്ന് പറഞ്ഞ വീണ എന്റെ പുള്ള അപ്പോഴേ തീർന്നു. എന്റെ നെഞ്ച് വേദന എടുക്കുന്നെന്ന് പറഞ്ഞാണ് നെഞ്ചിന് ശ്വാസം മുട്ടുണ്ടായിരുന്നു, നെഞ്ച് വേദന ഉണ്ടായിരുന്നു, കഫം കെട്ടിക്കിടക്കുന്ന എങ്ങനെയൊക്കെ എല്ലാ അസുഖങ്ങളും അവരുണ്ടായിരുന്നു. ഇതിന്റെ ഇവര് ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ഇതിനൊരു പ്രതികാരം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അവസാനം കൊണ്ടുവന്നു ഇവിടെ വന്ന് ഇങ്ങനെ കയറി അങ്ങ് വീണു. രണ്ടുപേരും പിടിച്ചാണ് കൊണ്ടുപോകണത്. മരുന്ന് ബാത്റൂമിൽ പോകണമെന്നില്ല, രണ്ടുപേരും പിടിച്ചാണ് കൊണ്ടുപോകണത്. ഒറ്റയ്ക്ക് എന്റെ പിള്ളേർക്ക് പോകത്തില്ലായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന രണ്ടുപേരും കൊണ്ട് ഇവനാണ് അവന്റെ ചേട്ടനും എന്റെ മോനും കൂടെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്നും കയറി എന്റെ പിള്ളേർ പേരെ കയറിയ കൊച്ചായിരുന്നു. ഇപ്പോഴാണ് നെഞ്ചുവേദന എടുക്കുന്നറിയാന്ന് പറഞ്ഞു വീണിട്ട് പിന്നെ കൊണ്ടുവച്ച് കട്ടിലിൽ കൊണ്ടുവച്ച് കിടത്തിയപ്പോഴേ പിന്നെ അങ്ങ് ബോധം പോയി. അങ്ങനെ തന്നെ അപ്പോൾ തന്നെ ആംബുലൻസിൽ വിളിച്ച് ആംബുലൻസ് വന്ന് ആംബുലൻസിനെ കയറ്റി കൊണ്ടുപോയി. കടയ്ക്ക് കൊണ്ടുവരുന്നപ്പോ മരിച്ചു. ഇപ്പോഴേ മരിച്ചു. എന്റെ പോയിന്റ് മക്കള് എനിക്ക് രണ്ട് പൊടി കൊച്ചുങ്ങളടങ്ങുന്ന അതിനെ വളർത്താനുള്ള നിവർത്തി എന്നെ കൊണ്ടുപോക്കൂല. എനിക്ക് ജോലി ചെയ്ത് ഇരിക്കാൻ എന്നെ കൊണ്ടുപോക്കൂല. ഞാൻ സുഖമില്ലാത്തടുത്താണല്ലേ എന്റെ കൊച്ചുങ്ങളെങ്ങനെ നോക്കുമെന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ മക്കളെ. ഞാൻ അത്രയും ജീവിക്കേണ്ടി. ഈ വീട്ടിൽ എന്റെ മക്കള് രണ്ടുപേരും എവരും ഞാനും എന്റെ മോനും ഈ രണ്ട് പൊടിക്കുട്ടികൾ നമ്മൾ 4 പേരും 2 പൊടിക്കുട്ടികളെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞുകൊണ്ട് അവര് തങ്ങളിൽ ഒരു വഴക്കാ ചണ്ടയും ഒന്നുമില്ല. ഈ അളിയനുമായിട്ട് ഒരു വഴക്കും ചണ്ടയും ഇല്ല. ആ പെങ്ങളും ആങ്ങളുമായിട്ട് വഴക്കില്ല. അവരത്ര നല്ല സ്വരൂപമായിട്ട് അവര് ജീവിച്ചു പോയവരായിരുന്നു. എന്റെ മക്കളെ കൊല്ലാനായിട്ട് വന്ന കാലം വരാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നേ. ദൈവമേ, അവന്മാർക്ക് പണമുണ്ട്, പണം കെട്ടി വെച്ച് പോലീസുകാർ അവരെ സൂക്ഷിക്കുന്നു. ഈ പാവപ്പെട്ട നീതിയില്ലാത്ത നമുക്ക് ഒരു നീതി നമുക്ക് കിട്ടുന്നില്ല. ഈ പാവപ്പെട്ട ഈ പൊടി കുട്ടിയൊക്കെ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എന്റെ കൊച്ചുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തുന്നത് എനിക്ക് അറിഞ്ഞൂടെ. എന്നെ വയ്യാത്ത ഞാനാണ്. ഞാൻ എങ്ങനെ കുട്ടികളെ വളർത്തുന്നത്? 1.5 വയസ്സായ കൊച്ചാണ്, 5 വയസ്സാണ് ഈ കൊച്ചിന്. ഇങ്ങനെ ജീവിക്കുന്ന കൊച്ചുങ്ങളെ ഞാൻ എങ്ങനെ വളർത്തും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ. ഞാൻ ഇതിനെന്തെങ്കിലും ഒരു നീതി കിട്ടിയേ പറ്റുള്ളൂ നമുക്ക്. ഇപ്പൊ ഇങ്ങനെ കളഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ല. കണ്ടില്ലെന്ന് പറഞ്ഞ് പോലീസുകാർ പോവേണ്ട കാര്യമില്ല. ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ വണ്ടി കയറ്റി ഇറങ്ങിയ വണ്ടി വീണപ്പോഴത്തേക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എന്റെ മരുമോനും കണ്ടോണ്ടിരിക്കാൻ അവൻ കൈയെടുത്ത് പിടിച്ച് വണ്ടി കയറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് അവന്മാര് കേട്ടില്ല. കണ്ടു നിന്നവരെല്ലാരും പറഞ്ഞു വണ്ടി കയറ്റില്ലെന്ന്. അവരെല്ലാം കൊലപാതകം അവർ വൈരൊക്കെ ചെയ്തതൊക്കെയാണ് എന്റെ പൊടി കൊച്ചിയെ കൊന്നുകൊണ്ട് പോയത്. ദൈവമേ, എനിക്കത് ചിന്തിക്കാൻ പോലെ എന്റെ അടുത്ത് ആരും പറയൂല. എല്ലാരും എന്നെ വിളിച്ചു വെച്ച് ഒടുക്കം മരിക്കുന്നതിന്റെ അന്ന് രാവിലെ മരിച്ചതിന് ശേഷമാണ് എന്റെ ചേച്ചിയുടെ മോളവിടെ നിന്ന് അവളാണ് എന്റെ വിളിച്ചിട്ട് പറയുന്നത്, അമ്മ കുഞ്ഞമ്മ വിഷമിക്കല്ലേ, കുഞ്ഞമ്മ എന്തോ കളയെ നിയോജന കുഞ്ഞമ്മ അവർക്ക് ഒത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായപ്പോ ഇവിടെ ഒരെട്ടൻ അതിനൊക്കത്തുള്ളവരൊക്കെ കയറി വരുന്നു. അവരൊക്കെ ഫോൺ വരുന്നു, എപ്പോഴും കൊണ്ടുവരും എന്നുള്ള ഫോൺ വരുന്നു. ഇതത്രയും ഞാൻ കേട്ടിട്ട് എന്നെ എല്ലാരും വിളിച്ചു വെച്ചിരുന്നു. എന്റെ പൊന്നുമോളെ എനിക്ക് കാണാനൊത്തില്ലായിരുന്നേ. ദൈവമേ, ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോയൊരു മോള് തിരിച്ചു കയറി വന്ന രംഗം എനിക്ക് ഓർമ്മിക്കാൻ വയ്യേ. എന്റെ പൊന്നെ, എല്ലാ ജോലിയും തീർത്ത് വെച്ചിട്ടായി എന്റെ കൊച്ചുങ്ങളെ നോക്കി അമ്മ ഇനിയമ്മ എന്ന് പറഞ്ഞു പോയ മോള് തിരിച്ചു വന്ന് കൊച്ചുങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് രണ്ടുപേരും പോയതിന്. അവനും അത് തന്നെയായിരുന്നു. അമ്മ നിങ്ങളൊരു ജോലി ചെയ്യേണ്ട, നിങ്ങളെ വീട്ടിൽ ഇരുന്ന് കൊച്ചുങ്ങളെ നോക്കിക്കൊണ്ടേന്നാണ് അവനും എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവനും പോയത്. ഞാൻ എന്തേലും ചെയ്യണമെന്ന് എനിക്ക് ഒരു തിട്ടവും ഇല്ല. പൊന്നു മക്കളെ, എന്റെ കൊച്ചുങ്ങളെ ഞാൻ എങ്ങനെ നോക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്റെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും നീതി കിട്ടിയേ ഇപ്പോൾ. എന്റെ അച്ഛനും അമ്മയും ഇല്ലാതെ 2 കൊച്ചുങ്ങൾ അനാഥയായിട്ട് വളരുന്ന 2 കുട്ടികളാണ്. അവരൊക്കെ ഒരു നീതി ദൈവം കൊടുത്തേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളെല്ലാവരും വേണ്ടി അതിനു വേണ്ടി നീതിക്കായിട്ട് ഇറങ്ങിയെങ്കിലേ എന്റെ കൊച്ചുങ്ങൾക്ക് ജീവിക്കാനൊക്കെ പൊന്നപ്പിളെ. ഇവിടെ ആരും ഇല്ലാതെ നോക്കാനായിട്ട്.
അത്രയും ഗതികെട്ട് നിൽക്കുന്ന നമ്മളെ ഇതേ കണക്ക് ചതിച്ചോമാരൊക്കെ ദൈവം കൂലി കൊടുക്കണേ ഞാൻ പറയാൻ. അവന്മാരെ സൂക്ഷിക്കാൻ ആളുണ്ട്. ഈ പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് നീതിയില്ലാതെ കിടക്കുന്ന അവരൊക്കെ നീതി കിട്ടും കൂടാ. അവരെ കിട്ടുന്ന കുറ്റമാണ്. പണക്കാരന്മാരെ സൂക്ഷിക്കാൻ പോലീസുകാർ ആവശ്യം പോലെ. അങ്ങനെ നടക്കുന്ന ജീവിതത്തോടെ മക്കളെ എന്റെ കൊച്ചുങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. അതായത് ഒരു അപകടമുണ്ടായി അതിൽ കൃത്യമായിട്ട് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല, വലിയൊരു ചികിത്സാ പിഴവ് കൂടെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അധികാരികൾ ഇനിയെങ്കിലും കണ്ണ് തുറക്കണം എന്നുള്ളതാണ്. നമുക്ക് എത്രമാത്രം പറഞ്ഞാലും ഇതിനൊരു ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു മറുപടിയായിട്ട് നമുക്കൊന്നും നൽകാൻ പറ്റില്ല. കാരണം അത്രമാത്രം വേദനയാണ്. എന്തായാലും അംബികയുടെ ബ്രദർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോ പോലീസുകാർ നൽകുന്ന ഒരുപാട് വിശദീകരണങ്ങളുണ്ടല്ലോ. പോലീസ് ആ വാഹനത്തിൽ ഒരാളിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ID കാർഡിന്റെ കാര്യം ചോദിക്കുമ്പോൾ അതും ആരുടേതാണെന്ന് വ്യക്തമല്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അപ്പോ സംഭവം ഉണ്ടായത് മുതൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം എന്റെ കയ്യിൽ നിന്ന് മൊത്തം പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇത് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിഡന്റ് കഴിഞ്ഞ് ഞാൻ ഇവരെ മെഡിക്കലിലൊക്കെ കൊണ്ടുപോയിട്ട് മരണപ്പെട്ട അംബികനെ ഇവിടെ എന്റെ ഞങ്ങളവിടെ കൊണ്ടുവന്ന് അടയ്ക്കേണ്ട ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പോലും അറിയുന്നത്. ഇങ്ങനെ ഒരു ബ്രൂട്ടലായിട്ട് കൊലപാതകം അവിടെ നടന്ന നാട്ടുകാർ പറയുന്നു. അവർ പറയുന്ന വല്ല വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചാണ് അറിയുന്നത് നമ്മൾ. അങ്ങനെ നമ്മൾ അതിനെ കുറിച്ചുള്ള ബാക്കിയുള്ള ഇതിന്റെ CCTV ഇതൊക്കെ ദൃശ്യങ്ങളൊക്കെ നോക്കി മേടിക്കുകയും നാട്ടുകാരുടെ കയ്യിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇവനെ കാണുകയും ചെയ്തു. ഇവൻ അന്ന് ആ സ്പോട്ടിൽ അവനെ നാട്ടുകാർ പിടിക്കാൻ പോകുമ്പോൾ പറയുന്നുണ്ട് 3 പേര്. അതിനെ കൂടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ 3 പേരുണ്ടെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. ആ വീഡിയോ വരെ ഉണ്ട്. എന്നിട്ടാണ് ഇപ്പൊ നമ്മള് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ അവൻ മാത്രമേ ഉള്ളെന്നാണ് CA പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഇവിടെ ഒന്നും ഒരു നീതിയും കിട്ടൂല. പക്ഷെ അവരിവിടെ നിന്ന് മൊഴിയെടുക്കാനായിട്ട് അതൊക്കെ നമ്മൾ പിന്നെ പരാതിയായിട്ട് ചെന്നപ്പോഴത്തേക്കും മൊഴിയെടുക്കാൻ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വരുന്നത്. വന്നതിന് ശേഷം മൊഴിയെടുത്തപ്പോൾ അളിയൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അളിയന്റെ മൊഴി എടുക്കാൻ വന്ന അളിയൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അവർ എഴുതുന്നില്ല. അവർ ക്രിയേറ്റ് ചെയ്തൊരു മൊഴി കൊണ്ടുവരും. അതെനിക്കൊരു ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പറ്റത്തില്ല, ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ മൊഴി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവർ നിർത്തിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ പിന്നെ അവർ നിങ്ങൾ പറയുന്ന പോലെ തന്നെ എഴുതുമെന്ന് പറഞ്ഞ് എഴുതി കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ അതിന്റെ ഒരു പകർപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മളൊന്നും നോക്കിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇവിടെ ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മുമ്പോട്ട് പോകത്തില്ല, ഇതിൽ മൊത്തം കളിയുണ്ടെന്ന് മനസ്സിലായി. കാരണം അവനെ അറസ്റ്റ് ചെയ്തിട്ട് വിട്ടയച്ചേക്കാണ്. നാട്ടുകാർ പിടിച്ച സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തതാണ്. എന്നിട്ട് അവനെ വിട്ടയച്ചേക്കാണ്. ഈ അറസ്റ്റിലായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ചു കൊടുത്ത അയാൾ അറിയാം? നമുക്ക് അറിയത്തില്ല. ഈ വീഡിയോ കണ്ടുള്ള മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അത് കഴിഞ്ഞ് അവനെ ഒരു ഇതുപോലും ഇല്ലാതെ എന്നിട്ട് അതിൽ തന്നെ വീഡിയോയിൽ തന്നെ അറിയാം അവന് ബോധം പോലും ഇല്ല, അത്രയ്ക്ക് മദ്യപിച്ചേക്കാണ്. എന്നിട്ട് അവനൊരു മെഡിക്കൽ പോലും എടുക്കാതെ അവനെ വിട്ടയച്ചേക്കെന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, നമ്മളെ സുഹൃത്തുക്കളൊക്കെ സഹായിച്ച് നമ്മൾ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി. അവിടെ പോയി ഡയറക്റ്റ് പരാതി കൊടുത്തു. അതിന് ശേഷമാണ് ഒരു 2-3 ദിവസത്തിന് മുമ്പാണ് ചെറിയ അന്വേഷണമെങ്കിലും വന്നത്. അപ്പൊ അവര് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി കൊടുത്തതിന്റെ പേരിൽ ഒരു ലേഡി പോലീസ് ഉദ്യോഗസ്ഥയാണ് വിളിച്ചായിരുന്നു, എന്നെയാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയാം, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോന്ന്. ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവ അതിന്റെ പേരിൽ ഒരു മൊഴി എടുക്കണം, നമ്മളിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ മേഡം ഇവിടെ ഉണ്ട്, നമ്മളെ വീട്ടിലാണെന്ന് പറഞ്ഞു. നമ്മൾ അമ്മയോട് ഹോസ്പിറ്റൽ ചെയ്ത് ഒരു ലാബിലേക്കാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ എത്തും, ഞാൻ അവിടെ നിൽക്കുന്നു പറഞ്ഞു. അവർ ഇതുവരയ്ക്കും അവര് വന്നിട്ടില്ല. അതിന്റെ പിറ്റേന്ന് അങ്ങനെ ഞാൻ മറ്റേ നമ്മളെ സഹായിക്കുന്ന ഒരു വാർഡ് മെമ്പർ ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ അടുത്ത് ഇതിനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ മൊഴിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ പുറത്ത് മൊഴിയെടുക്കാൻ വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരാരും വന്നില്ലെന്ന്. അങ്ങനെ നമ്മൾ ആ ചേച്ചി പറഞ്ഞു നമ്മൾ പിറ്റേന്ന് അങ്ങോട്ട് പോയി ചോദിക്കാന്ന് പറഞ്ഞ് നമ്മൾ അവിടെ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് CA പറയുന്നത്, അത് അവ ഒളിവിലാണ്, അവനെ കിട്ടിയിട്ടില്ല, അവനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ആ ചേച്ചി ചോദിച്ച് ഇപ്പൊ മറ്റൊരു മൊഴികളെടുത്താന്ന് വെച്ചു. ഇതെങ്ങനെ മറ്റേ ഈ കണ്ടവർക്കുള്ള മൊഴി എടുത്തിട്ടുണ്ടെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞ ആ കണ്ട പയ്യൻ നമ്മളെടുത്ത് പറഞ്ഞതാണ്, അവൻ കണ്ടിട്ടുണ്ട്, അവൻ വണ്ടി കയറി ഇറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. എന്റെ പെങ്ങാക്ക് അത്ര ഡാമേജ് ഉണ്ടായിരുന്നു, പറയാൻ പറ്റാത്ത ഡാമേജ്. ഞാൻ കയറി നേരിട്ട് കണ്ടത്. അത് കഴിഞ്ഞ് ഇവര് അപ്പൊ ചേച്ചി അപ്പോഴാണ് ഈ CA പറയുന്നത്, അത് വണ്ടി കയറിയിട്ടില്ല, വാഹന ശരീരത്തിൽ കൂടെ കയറിയിട്ടില്ല. ഇപ്പൊ ഇത്രയും വീഡിയോകൾ കിടന്നിട്ട് പോലും എന്റെ മുമ്പായിരുന്നു പറയുന്നത് വാഹനം കയറിയിട്ടില്ല. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച്, ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ഒരാളാണ്, അയാളെ വിളിച്ച് അയാൾ അവിടെ വന്നിട്ട് പറയുന്നത് വാഹനം കയറിയിട്ടില്ലെന്ന് ഡോക്ടറെ മൊഴിയുണ്ട്, അത് വെച്ച് എങ്ങനെ മുമ്പോട്ട് പോകും, പ്രതികൾ രക്ഷപ്പെട്ടു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അത് കോടതി നിലനിൽക്കൂല. അപ്പൊ നമ്മളപ്പോ വണ്ടി കയറിയെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് കോടതി നിലനിൽക്കൂല, ഡോക്ടറെ മൊഴിയിൽ കയറിയിട്ടില്ല എന്നാണ് മൊഴിയെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കോടതിയിൽ നിലനിൽക്കില്ല, വണ്ടി കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഡോക്ടറാണ് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് മറ്റേ പയ്യനെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മറ്റേ കണ്ടെന്ന് പറഞ്ഞ പയ്യനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറയുന്നത്,
ചേട്ടാ ഞാൻ അവിടെ അവൻ കൊടുത്തേക്കുന്ന മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വാഹനം ഞാൻ അവിടെ സ്പോട്ടിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. വാഹനം തിരിച്ചെടുത്ത് ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് പോലും തിരിച്ചെടുത്ത് കയറ്റുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്റ്റേഷനിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ നമ്മളോട് ഇയാളെ മൊഴി എങ്ങനെയാണ് എടുത്തേക്കെന്ന് ചോദിച്ചവ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ മൊഴി അവൻ കണ്ടിട്ടില്ല, ആളിനെയും കണ്ടിട്ടില്ല, വണ്ടി മൊത്തം ബ്ലാക്ക് ആയിരുന്നു, കണ്ടിട്ടില്ല, അവൻ വേക്കേ പോരുന്നത് എന്നാണ് മാത്രമാണ് അമ്മടുത്ത് പറഞ്ഞത്. മൊഴി മാറ്റി എഴുതിയിരിക്കുന്നു. മൊഴി അവരെ കൊടുത്ത മൊഴി പോലും മാറ്റി എഴുതിയേക്കുന്നു. ഞാൻ പയ്യനെ അവരെ വിളിച്ച് ചോദിച്ചു, ആ ചേട്ടനെ സഹോദരനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ മൊഴി കൊടുത്തേക്കുന്നത്, ഞാൻ ഇങ്ങനെ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ എന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ അതിന്റെ പിറ്റെന്നാണ് അന്ന് ആണ് എന്റെ അളിയനും കൂടെ പോകുന്നത്. പിന്നെ എനിക്ക് മൊത്തത്തിൽ കഴിയുന്നു പോയി. അളിയന് ചികിത്സ എങ്ങനെയായിരുന്നു? ചികിത്സ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കുഴപ്പമില്ല, ചതവുകളോ ഒടുവുകളോ ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് തൊട്ടപ്പോ അടക്കമൊക്കെ കഴിഞ്ഞപ്പോ ശ്വാസം മുട്ട് ഉണ്ട്, നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ആദ്യം പിന്നെ വിചാരിച്ച അവിടെ പിറ്റേന്ന് മെഡിക്കൽ OP-യിൽ കൊണ്ടുപോയപ്പോ അവര് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പൊ അവിടെ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട് ശ്വാസം മുട്ടുണ്ട്, നെഞ്ചല്ല വേദന ഉണ്ട്. അപ്പൊ പറഞ്ഞ് ഇത് പോയി നോക്കിയിട്ട് സ്റ്റിച്ച് എടുത്തിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോയിക്കോളാം. ഇവിടെ വന്നപ്പോ അളിയന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടായിരുന്നു. അങ്ങനെ ഞാനും അളിയന്റെ ചേട്ടനും കൂടെ അളിയനെ കൊണ്ട് നമ്മള് ബംഗ്ലാവ് സജീവ് ഡോക്ടറെ അടുത്ത് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് എക്സ്റേ അതൊന്നും എഴുതിയേക്കുന്നതിൽ ഒരു ഇതുമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു നല്ലൊരു എക്സ്റേ എടുത്തുക്കണമെന്ന്. അങ്ങനെ നമ്മള് പോയി നല്ലൊരു എക്സ്റേ അറബിയ ഹോസ്പിറ്റലിൽ പോയി എടുത്തോണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓൾറെഡി എക്സ്റേ എടുത്തിട്ടുണ്ട്. എല്ലാം അവര് നല്ലതല്ല. ഡോക്ടർ പറഞ്ഞ സജീവ് ഡോക്ടർ പറഞ്ഞാൽ നല്ലതല്ല, അതിൽ ഒന്നും വ്യക്തമാവുന്നില്ല. നിങ്ങൾ നല്ലൊരു എക്സ്റേ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി എക്സ്റേ എടുത്തോണ്ട് കൊടുത്തപ്പോഴാണ് അറിയുന്നത് അതിന്റെ അത് 3 വാരിയൽ പൊട്ടിപ്പോയി. പിന്നെ ഇച്ചിരി ഡാമേജ് അങ്ങണ്ട ഉള്ളിലുണ്ട്. അത് നേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോകണം. അപ്പൊ തന്നെ റെഫർ ചെയ്തു, നിങ്ങൾ പോകാൻ പറഞ്ഞു. വേറെ അവരെ കൊണ്ട് മെഡിക്കലിലോട്ട് പോയി CT സ്കാൻ എടുത്ത് നോക്കണമെന്ന്. അങ്ങനെ നമ്മളവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കറക്റ്റ് ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇത് എടുത്തോണ്ട് പോകാൻ വേണ്ടി ഇവിടെ എത്തിയതേയുള്ളൂ. കൂടി വന്ന് അവിടെ നിന്ന് ഇറങ്ങി ഒരു 10-15 മിനിറ്റിനാകും വെച്ച് ഇവിടെ വന്ന് വീടിന്റെ ഇവിടെ കയറി. അവിടെ വരെ കുഴപ്പമില്ല, വേദന നല്ല സഹിച്ചുകൊണ്ടാണ് ഇരുന്ന് ഇങ്ങനെ കയറാൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴണം. ഇപ്പൊ ഇവര് തമ്മിൽ എങ്ങനെയായിരുന്നു? ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല അവര് അത്രയും നല്ല സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അവർ ഒരുമിച്ച് തന്നെ പോയത്. കുഞ്ഞുങ്ങളായാലും അതൊക്കെ ഇപ്പോ ചിലരൊക്കെ പറയുന്നുണ്ട്, ഇപ്പം ഊഹാപോഹങ്ങളാണെങ്കിൽ പോലും ആരോ വൈരാഗ്യം തീർത്തതാണ് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അമ്മക്ക് ആരുടെയും ചിത്രതയില്ല. എന്റെ അളി ആരടുത്തും ഒരു ഇതിന് പോണില്ല. ഒരു ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഒരു അടി നടക്കുന്ന അല്ലെ എവിടെയെങ്കിലും ഒരു വെള്ളം നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ നിന്ന് ആ സ്ഥലത്തു കൂടെ പോലും പോകില്ല. അങ്ങനത്തെ ഇന്നേ അവരൊരു പോലീസ് സ്റ്റേഷനിൽ പോലും കയറിയിട്ടില്ല. അത്രയ്ക്ക് പേടിയാണ് പോലീസ്. അങ്ങനെ ഒരാള് ആരെങ്കിലും ഒരു ഇതിൽ പോകും. ഇതാണ് അതായത് നമ്പർ 1 ആരോഗ്യ മേഖലയുള്ള കേരളത്തിലാണ് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് മൂലം ഉണ്ടായിട്ടുണ്ട്. ചികിത്സാ പിഴവ് എന്നതിനേക്കാൾ ഉപരി പോലീസും ആരോഗ്യ വിഭാഗവും കണ്ണടച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. എന്തായാലും പോലീസിന്റെ മുന്നിലേക്ക് വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നത്. 2 കുട്ടികളാണ് അനാഥമായിരിക്കുന്നത്. ഉത്തരം പറയേണ്ടതുണ്ട് ഇവിടുത്തെ സർക്കാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അംബികയുടെ വീട്ടിലാണ്. നിരവധി ആളുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചേരുന്നുണ്ട്. മാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധം, അതിനെതിരെ ഇവർക്കെതിരെ ഒരു കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ മുന്നോട്ടുള്ള നിയമ നടപടികൾ? തീർച്ചയായിട്ടും മുന്നോട്ട് എന്താണോ സാധ്യമായിട്ടുള്ള എല്ലാ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എന്നല്ല, ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യമാണ്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 2 പേരാണ് രജിത്തും അംബികയെന്ന് പറഞ്ഞാൽ. ഒരു തെറ്റും ചെയ്യാത്തവരാണ്. അവരെ വന്ന് ഇടിച്ച് കൊലപ്പെടുത്തിയത് എന്ന് തന്നെ പറയണം. ഇത് വെറും കേവലം ഒരു അപകടം എന്നുള്ള രീതിയിൽ എഴുതി തള്ളാനൊന്നും പറ്റത്തില്ല. ഇതൊരു കൊലപാതകം തന്നെയാണ്. ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ സംരക്ഷിക്കുന്നത് പോലീസ് ആണെങ്കിലും ഭരണ സംവിധാനം ആണെങ്കിലും അവർക്കെതിരെയുള്ള പ്രതിഷേധം നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും, മനസാക്ഷിയുള്ള എല്ലാവരും ചേർന്ന് ചെയ്യും. ഇവിടെ 2 നീതിയാണ് നടപ്പാക്കപ്പെടുന്നത്. പൈസ ഉള്ളവർക്ക് ഒരു നീതി, പൈസ ഇല്ലാത്തവർക്ക് ഒരു നീതി. തീർച്ചയായിട്ടും അന്ന് ആക്സിഡന്റ് പറ്റി ഇത് കൊണ്ടുപോകുമ്പോൾ അംബിക സിങ്കിങ് സ്റ്റേജിലായിരുന്നു. അംബിക 5% പോലും ഒരു രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഡോക്ടർ ആ ദിവസം മുതൽ ഇത് ഫോളോ അപ്പ് ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ പോവുകയും ഡോക്ടറോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അന്ന് മുതൽ അംബിക മരിക്കുന്നത് വരെയും 1% പോലും ഇംപ്രൂവ്മെന്റ് കാണിച്ചിട്ടില്ല. മരുന്നുകളോട് പ്രതികരിച്ചിട്ടില്ല. അൺകോൺഷ്യസ് ആയിരുന്നു. ഡോക്ടർമാർക്ക് 100% ഉറപ്പായിരുന്നു, 99% ഉറപ്പായിരുന്നു കിട്ടൂല എന്നുള്ളത് ജീവനോടെ. പക്ഷേ അങ്ങനെ ഉള്ള ഒരാളിനെയാണ് അതിൽ ആ വണ്ടിയിലിരുന്ന 3 പേരും കുറ്റക്കാരാണ്.
ഡ്രൈവ് ചെയ്ത ആൾ ഒരു പക്ഷെ കൂടുതൽ കുറ്റക്കാരനായിരിക്കാം ഡ്രങ്ക് ആൻഡ് ഡ്രൈവില്. പക്ഷെ കൂടെ ഇരുന്നവരും അതിന്റെ കൂടെ കൂടിയ ആളുകളാണല്ലോ, അവരും തെറ്റുകാരാണ്. ആ തെറ്റുകാരനെ അല്ലേ കിട്ടിയത്. ആ കുറ്റക്കാരനെ കിട്ടുമ്പോ കേവലം സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് ഇത്ര നിസ്സാരമാണ് ഒരാളുടെ ജീവൻ എന്ന് പറയുന്നത്. ഒരാൾ അവിടെ ജീവനും മരണത്തിനും ഇടയിൽ മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തത്. എന്തുകൊണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല ഇയാളെ? അതല്ലേ അതിന്റെ കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് രക്ഷപ്പെടാനുള്ള അവസരമാണ് പോലീസ് ഉണ്ടാക്കി കൊടുത്തത്. അതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് അറിയാം. അത് യൂണിഫോമിന്റെ ബലമാണോ, അത് പൈസയുടെ ബലമാണോ, അത് രാഷ്ട്രീയ ബന്ധത്തിന്റെ ബലത്തിലാണോ പോലീസ് ഇത് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ടും ഈ CIയെ വെച്ചുകൊണ്ട് അന്വേഷിച്ചാല് തീർച്ചയായിട്ടും ഇവിടെ ഒരു നീതിയും ഈ കുടുംബത്തിന് കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ഈ CIയെ മാറ്റി നിർത്തിക്കൊണ്ട് ഉന്നതമായ പോലീസ് അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ 2 കുട്ടികളുടെ അനാഥരായിരിക്കുകയാണ് അച്ഛനും അമ്മയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കുടുംബം ഇല്ലാതായിരിക്കുകയാണ്. ഈ കുട്ടികളുടെ ഭാവി എന്താണ്? ഇതിന് കൃത്യമായിട്ട് ഗവൺമെന്റ് ഉത്തരം പറയണം. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ പോലീസിലാണ് ഇത്രയും അനാസ്ഥ നടന്നേക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ കുട്ടികളുടെ സംരക്ഷണം ഗവൺമെന്റ് ഏറ്റെടുക്കണം. അവരുടെ വിദ്യാഭ്യാസവും മറ്റു ചെലവുകളും ഗവൺമെന്റ് ഏറ്റെടുക്കണം. കുറ്റക്കാരായവരെ നിയമത്തിന്റെ 3-ാം തീയതി നടന്ന സംഭവമാണ്. ഇന്ന് എത്രയായി തീയതി? ഇത്രയും ദിവസമായിട്ടും കേരള പോലീസിന് ഈ ഒരു പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തൊണ്ടി മുതൽ മെനിങ്ങാന്ന് കത്തിച്ചേക്കുവാണ് ജീപ്പ്. അപ്പൊ ഇത്രയും സംഭവവികാസങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഈ അനങ്ങാപ്പാറ നയം സ്വീകരിക്കണമെന്ന് അറിയണം. ഇനി ഇതിന് കൃത്യമായ ഇടപെടല് ഇവിടെ മന്ത്രി MLA വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നടപടി കൃത്യമായിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോകും. ഞങ്ങള് അത് തീരുമാനിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് അവര് വിചാരിക്കാത്ത തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്കായിരിക്കും പോവുക. കാരണം ഇവിടെ 2 പേരോ കുട്ടികൾക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടേക്കാണ്, ഒരു തെറ്റും ചെയ്യാത്തവര്. ഈ വാഹനത്തിലെ 3 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അത് CCTV ക്യാമറയിൽ 3 പേരുണ്ട്. പക്ഷെ പോലീസിന് വ്യക്തമാവുന്നില്ല എന്നാണ് പറയുന്നത്. 3 പേരില്ല, ഒരാളെ ഉള്ളൂ എന്നുള്ള രീതിയിലാണല്ലോ പോലീസ് പറയുന്നത്. പക്ഷെ ഇത് 3 മണിക്കാണ് നടക്കുന്നത്. നല്ല പകൽ വെളിച്ചത്തിൽ നടന്ന സംഭവമാണ്. അവിടെയുള്ള ആളുകളെല്ലാവരും കണ്ടതാണ് ഇതിന്റെ അകത്ത് 3 പേരുണ്ട് എന്നുള്ളത്. ഈ ബൈക്കിൽ വന്ന് ഇവര് സൈഡിൽ കൂടെ പോകുമായിരുന്നു. ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പൊ ബൈക്കിൽ വന്ന് ഇടിക്കുന്നു, ഇവര് 2 പേരും താഴെ വീഴുന്നു. എന്നിട്ട് റിവേഴ്സ് എടുത്താണ് ഇവരുടെ ദേഹത്തൂടെ ഈ ഇത് കേട്ട്. എന്നിട്ട് ഈ ബൈക്കും ഈ അംബികയും കൊണ്ട് 400 മീറ്റർ ഓടിച്ചു പോകണം. ഇതൊക്കെ എവിടെ നടക്കുക? ഇതെന്താ സിനിമയാണോ? തിരക്കഥയിൽ വെക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇത് മനുഷ്യന്റെ ജീവിതമല്ലേ? 2 കുട്ടികളല്ലേ അനാഥരായത്. അപ്പൊ അതിന് എതിരെ നാട്ടുകാരും മനസാക്ഷിയുള്ള ആരും അതിനെതിരെ പ്രതികരിച്ചു പോകും. ആരും അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ പോലീസ് ഇത്രയും മനസാക്ഷി ഇല്ലാത്തവരായും അവരും ഈ കൊലപാതകത്തിൽ പ്രതികളാവുന്ന രീതിയിൽ കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. നീതി 3 ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒന്ന് പോലീസ് യൂണിഫോമിലുള്ളത്, ഫയർഫോഴ്സിന്റെയോ പോലീസിന്റെ യൂണിഫോമിലുള്ളതായിരുന്നു എന്ന് കണ്ട നാട്ടുകാർ പറയുന്നുണ്ട്. അതൊക്കെ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വണ്ടി പോലും തെളിവ് തൊണ്ടി മുതലാണ്. ഇതിന്റെ അകത്ത് വണ്ടി ഇടിച്ച് ചതഞ്ഞതിന്റെയും മറ്റ് രക്തക്കറകളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ആ വണ്ടി ഇന്നലെ കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ, മെനിങ്ങാന്ന് കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ക്രിമിനൽ ബുദ്ധിയോട് കൂടിയാണ് ഇതിൽ ഉള്ള ആളുകൾ ഇപ്പൊ പ്രവർത്തിക്കുന്നതെന്നുള്ളത്. ഇപ്പൊ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധത്തിൽ ഒരു കേസടക്കം വന്നിരിക്കുകയല്ലേ? അപ്പൊ ഇനിയൊരു പ്രതിഷേധം ഉണ്ടായ ഈ നടപടി തന്നെയല്ലേ? കേസ് തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ. നീതിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ തന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഞങ്ങൾ പ്രതിഷേധിക്കും. ഇനി ഏത് കാര്യത്തിലുള്ള കേസെടുത്താലും, ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്താലും പ്രതിഷേധിക്കും. ഈ കുടുംബത്തിന് നീതി കിട്ടുന്നതുവരെ, ഈ കുട്ടികൾക്ക് നീതി കിട്ടുന്നതുവരെ പ്രതിഷേധിക്കും. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. ഇനി ആരും ഇതുപോലെ അനാഥരായ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ എത്ര നീചമായ പ്രവൃത്തിയാണ് ചെയ്തേക്കുന്ന നോക്ക്. എത്ര നീചമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് ആ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ശരീരഭാഗം മുഴുവൻ ഒടിഞ്ഞു മടങ്ങിയാണ്ടായിരുന്നത്. എനിക്ക് ഇവരുടെ മുമ്പ് ഇന്നത് പറയണതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുവാണ്, അത്രയും ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് പോലീസ് ഇത്രയും ഒരു നിസ്സംഗതയോടുകൂടി എന്ത് മനസാക്ഷി അവർക്കുള്ളത്? എന്ത് മനസാക്ഷിയാണ്? ഈ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈ വേദനയോടുകൂടി ഈ കുറ്റക്കാരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തേക്കുന്നത്. അപ്പൊ തന്നെ പോലീസ് എന്താണ് പോലീസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കണം ഇതിന്റെ അകത്തുള്ളത്. ഇത്രയും ദിവസമായിട്ട് ആ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവർക്കെതിരെ ഒരു കേസിടാൻ പറ്റിയില്ല. കൈ കിട്ടിയ പ്രതിയെ വെറുതെ വിട്ടേക്കുവാണ്, ജാമ്യം കൊടുത്ത് വിട്ടേക്കുവാണ്. അയാളെ ഇപ്പൊ കാണാനില്ലെന്നാ പറയണത്. അയാളെ ഓടിപ്പോയി. പിന്നെ ഇവരുടെ അടുത്ത് ഇരിക്കുവാണോ എന്നുവെച്ചാൽ കൃത്യമാണ്. ഇവര് പോവുക, ഇവരുടെ മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള തെളിവുകൾ ഇല്ലാതാക്കുക. കാര്യം ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒന്നും ഇതുണ്ടാവാതിരിക്കുക. ഇവര് വളരെ വളരെ ഒരു എന്താണ് വലിയൊരു ഗൂഢാലോചന ഇതിന്റെ അകത്ത് നടന്നിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അയാളെ വെറുതെ വിട്ടത്.